അപ്പാനി ശരത്താൻ RJ ബെൻസി ഉദിക്കും മുൻപ് അസ്തമിച്ചു പോയ രണ്ട് കോംബോസ് അല്ലെങ്കിൽ കോൺട്രാവേഴ്സി കോംബോകൾ എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു സീസണിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ 2 ദിവസമായിട്ട് ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരറിഞ്ഞോ അറിയാതെയോ എന്തോ വേണമെങ്കിലും ആയിക്കോട്ടെ, പുറത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്ത് തുടങ്ങി. അപ്പം അതിനുള്ളിലെ കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും പല രീതിയിൽ അതൊരു കോംബോയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പാനി ശരത്തും അതുപോലെ തന്നെ RJ ബിൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ബിൻസി അത് വേറൊരു മീനിങ്ങിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് വേറൊരു തരത്തിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ ഞാനും കരുതുന്നു. അപ്പം അതൊരു ചിലപ്പോൾ അവരൊക്കെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഒരു ശ്രദ്ധ നേടട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു സംസാരമാകട്ടെ എന്ന് കരുതി അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നതാണോ എന്ന് അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു നല്ല രീതിയിലുള്ള കോംബോ ആകാനുള്ള ഒരു സാധ്യതകളും ഇല്ലായിരുന്നു അവര് മുന്നോട്ട് പോയിരുന്നെങ്കിൽ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നെഗറ്റീവ് രീതിയിലുള്ള സംഭവങ്ങളാണല്ലോ കൂടുതലും വൈറലാകുന്നതും കൂടുതലും ചർച്ചകളാകുന്നതും. അപ്പം അപ്പാനി ശരത് ഓൾറെഡി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കോംബോ അത് നല്ല രീതിയിലാണ് അവര് കാണുന്നതെങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും ആ ഒരു രീതിയിലൊന്നും എടുക്കത്തില്ല. നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും. സോ എന്താണെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ബിൻസി ഇപ്പൊ പോയത് രണ്ടുപേർക്കും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു മികച്ച തീരുമാനമാണ് ബിൻസിനെ പുറത്താക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്നത്. ഒരു കോൺട്രാവേഴ്സി കോംബോ ഉദിച്ചു തുടങ്ങിയതായിരുന്നു. ആ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ മുളയിലെ വെട്ടി ആ ഒരു ഉദയം അസ്തമയമാക്കി മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? അവർ മനഃപൂർവ്വം ഒരു കോംബോ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയോ? അതല്ല നാച്ചുറൽ ആയിട്ടൊരു ബോണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുള്ളിൽ ഉണ്ടായി, അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അവർ മുന്നോട്ട് വന്നതാണോ? എന്തായാലും അധികം വഷളാക്കാതെ തന്നെ ആ ഒരു കോംബോ പോയത് അല്ലെങ്കിൽ നശിച്ചു പോയത് നന്നായി എന്ന് എനിക്ക് തോന്നാനുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർ തന്നെ ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു കോംബോയും ഇവരുടെ വെറുപ്പിക്കലും എല്ലാം കണ്ടുകൊണ്ടിരിക്കണം. ആ ഒരു 2 ദിവസം തന്നെ, അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങൾ തന്നെ ഇവരുടെ കൂടെയുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന് ശേഷം ഇവർ കംപ്ലീറ്റ്ലി ഒന്നിച്ചിരുന്ന് ഭയങ്കര കോംബോ പിടുത്തവും ഭയങ്കര ചർച്ചകളും കുടുംബപരമായ ചർച്ചകളും അത് പറയുന്നു ഇത് പറയുന്നു കണ്ടിന്യൂസ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവിലൊക്കെ. അപ്പം വരും ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ബോണ്ട് കൂടുതൽ ശക്തമാകുകയും അത് വേറെ രീതിയിലേക്കൊക്കെ മാറി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് അവർക്കുള്ളിലും നല്ല രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും പുറത്തോട്ട് ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് അത് പുറത്തേക്ക് കാണിക്കുമ്പോൾ അത് വേറെ പല രീതിയിലാകും. പിന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് തന്നെയായിരിക്കും ചർച്ചകളും. ഓൾറെഡി നെഗറ്റീവ് ഇമ്പാക്ട് നിൽക്കുന്ന 2 പേരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നെഗറ്റീവ് രീതിയിലേക്ക് തന്നെയാണ് പോകാനും സാധ്യതകളുള്ളൂ. പിന്നെ കാണുന്ന നമ്മൾ പ്രേക്ഷകരും ഈ ഒരു വെറുപ്പീര് കണ്ടുകൊണ്ടിരിക്കണം. സോ എന്താണെങ്കിലും അങ്ങനെ ഒരു വെറുപ്പീര് കാണാനുള്ള അവസരം ബിഗ് ബോസ് തന്നെ ഒരുക്കിയില്ല. ആദ്യം തന്നെ കോംബോകളെ എല്ലാം വെട്ടി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്താണെങ്കിലും അത് വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ്. വോട്ടുകളും കുറവായിരുന്നു ബിൻസിയെ സംബന്ധിച്ച്. എനിവേസ് നമുക്ക് നല്ലൊരു വൈകാരിക മുഹൂർത്തം കൂടിയായിരുന്നു ബിൻസിയുടെ എവിക്ഷനും കാര്യങ്ങളും ഒക്കെ. കാരണം അവിടെ ഒരു ബോണ്ടും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അപ്പാനി ശരത്തിനാണെങ്കിലും കുറെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി ആ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് അത് അവർക്കും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പുറത്തൊരു നെഗറ്റീവ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ഒരു ബോണ്ട് അവിടെ വന്നിരുന്നെങ്കിൽ, ബോണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ എനിവേസ് നല്ലതിന് വേണ്ടി ആയിരിക്കട്ടെ ഈ ഒരു എവിക്ഷൻ. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.